ഹായ് ഓൾ, എന്നാൽ നമുക്കൊരു ഡെമോ ലെസൺ പ്ലാൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ മാത്സിലെയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ യൂണിറ്റ് നമ്മുടെ ചതുർഭുജമാണ്. അതിൻ്റെ ഏരിയ കാണാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റാണ് എഴുതുന്നത്. അപ്പോൾ കുട്ടികൾ എന്തുവാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് കരിക്കുലർ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ എഴുതുന്നത്. പിന്നെ അടുത്തതായിട്ട് ലേണിംഗ് ഔട്ട്കംസ് ആണ് എഴുതുന്നത്. കുട്ടികൾക്ക് എന്തൊക്കെ ലേണിംഗ് ഔട്ട്കംസ് ഇത് ഉണ്ടാവുന്നുണ്ടെന്ന്. പിന്നെ കണ്ടൻറ് അനാലിസിസ്, എന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ട്, ടേം, ഫാക്റ്റ്, പിന്നെ കോൺസെപ്റ്റ് എന്താണോ കോൺസെപ്റ്റ്, അതാണ് കോൺസെപ്റ്റ് എഴുതുന്നത് നമ്മൾ. പിന്നെ പ്രോസസ്സ്, എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പ്രോസസ്സ്. പിന്നെ ഫോമുല, പിന്നെ ഇതിലെന്തൊക്കെ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ ആ സിമ്പിൾസിനെയൊക്കെ കുറിച്ചിട്ടാണ് സിമ്പിൾസ് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടൻറ് അനാലിസിസിൽ വരുന്നത്. ഇനി അടുത്ത പ്രീ റിക്വസൈറ്റ്സ് ആണ് എഴുതുന്നത്. പ്രീ റിക്വസൈറ്റ്സ് എഴുതുന്നത് മുന്നറിവ്, കുട്ടികൾക്ക് എന്തൊക്കെ മുന്നറിവുണ്ട് അതിനെക്കുറിച്ചൊക്കെ എഴുതുന്നത്. പിന്നെ ടീച്ചിങ് ലേണിംഗ് റിസോഴ്സ്, എന്തൊക്കെ റിസോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എഴുതുന്നുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നേരെ ആക്ടിലോട്ട് വരണം, ലെസൺ പ്ലാനിലോട്ട് വരണം. ക്ലാസ് റൂം ഇൻട്രാക്ഷൻ പ്രൊസീജിയറും പിന്നെ പീപ്പിളുടെ റെസ്പോൺസും എന്തൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിലൂടെ തുടങ്ങും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഇൻട്രാക്ഷൻ പ്രൊസീജിയറിൽ എഴുതുന്നത്. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്യുന്നതാണ് ആക്ടിവിറ്റിയിലോട്ട് കിടക്കുകയാണ്. പക്ഷേ മുന്നറിവ്, നമുക്ക് കുട്ടിക്ക് എന്തുവരെ അറിയാം ആ ഒരു മുന്നറിവ് നമ്മൾ പരിശോധിക്കണം. ആ ഒരു മുന്നറിവ് പരിശോധിച്ച് ആ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ആക്ടിവിറ്റിയിലോട്ട് വരണം. ആ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് സെക്കൻഡിലോട്ട് കയറി വരണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഈ ഒരു പേജിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവും. പിന്നെ നമ്മളിത് കഴിഞ്ഞ ഉടനെ എന്താണ് കോൺസെപ്റ്റ് അത് കൺസോളിഡേറ്റ് ചെയ്യും. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വായിച്ചത് മനസ്സിലാക്കി അത് ഓക്കെ ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തേർഡ് ആക്ടിവിറ്റി കൊടുക്കുകയാണ്. എന്താണോ നമ്മൾ പഠിച്ചത് അത് ആപ്ലിക്കേഷൻ ചെയ്യണ്ടേ, അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനൊരു ആക്ടിവിറ്റി തേർഡ് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ, എന്തൊക്കെ പഠിച്ചു അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ ചോദിച്ചറിയണം. പിന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂവിൽ എഴുതണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കേണ്ടതുണ്ട്, എന്ന് വെച്ചാൽ ഹോംവർക്ക് കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത്. ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസ് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.